അമേരിക്കയുടെ H1B വിസയും അതേപോലെ ഡിപ്പെൻഡൻറ്റ് വിസ, സ്റ്റുഡൻറ്റ് വിസ, ഇത് ഇന്ത്യയിലെ കത്തുന്ന ഇഷ്യൂ ആയി മാറി. മിഡിൽ ക്ലാസ്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ അർബൻ സിറ്റികളിൽ ജീവിക്കുന്നവർക്ക് 2026 അതായത് ഈ വർഷം ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം പേരെ അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ വാർത്തകളൊക്കെ ഇന്ത്യൻ മീഡിയയിൽ ഗ്രാജുവലായിട്ട് അപ്പിയർ ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾക്ക് ഭയമായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ഇത് പ്രെഡിക്റ്റ് ചെയ്തു ഏകദേശം 1 വർഷം മുമ്പ്. ഇന്ത്യയുടെ അമേരിക്കൻ, അതായത് ഡയസ്ഫോറ ആണെങ്കിലും H1B ആണെങ്കിലും ഗ്രീൻ കാർഡ് ആണെങ്കിലും ഇത് ഇന്ത്യയെ സാരമായിട്ട് ബാധിക്കും. ഫോറിൻ റെമിറ്റൻസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന ആൾക്കാർ ഇതിനകത്ത് രണ്ടാമത്തെ സംഭവം 2027 2026 5 ലക്ഷം 6 ലക്ഷം ഇന്ത്യക്കാരെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യും. കാരണം അമേരിക്കയുടെ പുതിയ റൂൾ എന്ന് പറയുന്നത് സ്ട്രിക്റ്റാണ് ഈ സംഭവം. അതിനിടയ്ക്ക് ട്രംപ് ഈ വലിയ പ്രശ്നം അവിടെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ മോദി ഇന്ത്യ ഗവൺമെൻറ്റൊക്കെ പറഞ്ഞ് അതിൻ്റെ റിലാക്സേഷൻ കൊടുത്തു. എൻ്റെ റിന്യൂവലിൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പോൾ പിക്ചറങ്ങ് മാറി. അതായത് പോയിരിക്കണം, അമേരിക്കയിൽ നിന്നും പോയിരിക്കണം. എന്താണ് H1B വിസയുടെ സംഭവം? ഇപ്പം പുതിയതായിട്ടുണ്ടായ ഡെവലപ്മെൻറ്റ്, അവർക്ക് അവിടുത്തെ കമ്പനിക്ക് ആവശ്യമുള്ള ഇന്ത്യക്കാരെ അവരവിടെ നിലനിർത്തുകയാണ്. കുറച്ച് പേര് മാത്രം. അതായത് കീ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന പല സീനിയറായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ഉണ്ട്. അവർക്ക് എക്സ്റ്റൻഷൻ കൊടുത്ത് ഈ പറയുന്ന പെനാൽറ്റി ഒന്നുമില്ല. ബാക്കിയുള്ളവരോട് സിയാറ്റിലാണെങ്കിലും കാലിഫോർണിയ ആണെങ്കിലും സാൻ ഫ്രാൻസിസ്കോ ആണെങ്കിലും ന്യൂയോർക്ക് ആണെങ്കിലും ഇവിടൊക്കെ വളരെ കൃത്യമായിട്ട് കമ്പനികൾ പറഞ്ഞിരിക്കുന്നത് 60 ദിവസത്തേക്ക് നിങ്ങൾക്ക് ലീവ് എടുക്കാം. അതായത് അവരാ പറഞ്ഞ ഡേറ്റ് മുതൽ നിങ്ങൾക്ക് വേറെ ജോലി അന്വേഷിക്കാം. 60 ദിവസം ആ സമയത്ത് സാലറി തന്നിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് അമേരിക്ക വിട്ടു പോകണം. മാൻഡേറ്ററിയാണ്, നിൽക്കാൻ പറ്റത്തില്ല. ഇതാണ് സംഭവം. ഇനി ഇതിനെ മോദിയെ താങ്ങി നടക്കുന്ന സംഘപരിവാറുകാരനോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ അമേരിക്കയെ ഇന്ത്യ പാഠം പഠിപ്പിക്കും, മോദി പാഠം പഠിപ്പിക്കും, മോദി സറണ്ടർ അല്ല, കിറണ്ടർ അല്ല, മോദി കോപ്പ. മോദി വലിയ രീതിയിൽ സറണ്ടർ ചെയ്ത് റിക്വസ്റ്റ് ചെയ്തു. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്തു. ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞത്. കാരണം ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ളവർ ഗുജറാത്തികളാണ്. ഡിപ്പെൻഡൻറ്റ് വിസ, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. മോദി കാലിൽ പിടിച്ച്, അതായത് ആൾക്കാരെ വിട്ട് എല്ലാ രീതിയിലും നെഗോഷിയേറ്റ് ചെയ്ത് ചർച്ച ചെയ്യാനൊക്കെ ശ്രമിച്ചു. അതിൻ്റെ പേരിലാണ് ട്രേഡ് ഡീല് അമേരിക്ക പറയുന്ന രീതി ചെയ്തു കൊടുത്തത്. അമേരിക്ക പറയുന്ന രീതിയിൽ അവർ കൊണ്ടുപോവുകയാണ്. അല്ലാതെ മോദിയുടെ ഒരു കോപ്പും അവർ കേൾക്കുന്നില്ല, ഒരു റിക്വസ്റ്റും കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഗുജറാത്തികൾക്ക് ഇത്ര ഭയം? അമേരിക്കയിൽ വലിയൊരു ശതമാനം, ഒരു 60 മുതൽ 70% ഹൈവേയിലുള്ള മോട്ടൽസ്, അതേപോലെ ഹോട്ടൽസ്, സിറ്റികളിലുള്ള ഹോട്ടൽ, അതായത് ഞാൻ ഈ പറയുന്ന 5 സ്റ്റാറും 4 സ്റ്റാറും ഹോട്ടലില്ല. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുക ഇതേപോലുള്ള സംഭവത്തിലാണ്, ഈ മോട്ടൽസിലാണ് ഹൈവേയിൽ. അതിൽ 60-70% എന്ന് പറയുന്നത് ഗുജറാത്തികളാണ്. അപ്പം അവരെങ്ങനെയാണ് ഇതിലെ ലാഭത്തിൽ കൊണ്ടുവരുന്നത്? അമേരിക്കക്കാരനെ അപ്പോയിൻ്റ് ചെയ്ത് അവിടുത്തെ സാലറി സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് റൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ ഫാമിലി കാണും. പിന്നെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ അതും സ്കാമാണ് ഗുജറാത്തികൾ ചെയ്യുന്നത്. ഏകദേശം 30-40 ലക്ഷം രൂപ എക്സ്ട്രാ ഈ പറയുന്ന ആൾക്കാരുടെ നിന്ന് മേടിക്കും. എന്നിട്ട് അവർ വിസയ്ക്ക് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ കൊടുക്കും. എന്നിട്ട് അവരെ കൊണ്ടുവന്ന് ഈ മോട്ടലുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് പോയി താമസിപ്പിക്കും. അവരെ കൊണ്ടാണ് ക്ലീനിങ്ങും സർവീസിങ്ങും പരിപാടിയെല്ലാം ചെയ്ത് ചെറിയൊരു ശമ്പളം അവരുടെ ഫാമിലി ആയിട്ട് വന്നെങ്കിൽ ഇല്ലീഗലായിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അവരോടും, അതായത് ഇതിൻ്റെയൊക്കെ കണക്കെടുത്തു അവർ കഴിഞ്ഞ 1 വർഷം കൊണ്ട് അവരോടും പറഞ്ഞു പോയിക്കോളാൻ. അവിടെ ജോലി കൊടുക്കുവാണെങ്കിൽ അമേരിക്കൻസിനും ലീഗലായിട്ടുള്ളവർക്ക് ജോലി കൊടുത്തോണം, അല്ലാത്ത ഒറ്റ ഒരുത്തിനെ അവിടെ ജോലിക്ക് വെച്ച് പോകരുതെന്ന് പറഞ്ഞു. മോദിക്ക് ഡയറക്റ്റ് അറ്റാക്കായത്. അതായത് മോഡിയുടെ ഡയസ്ഫോറലും ഗോദി എന്നൊക്കെ പറഞ്ഞു, ഹൗഡി മോദി, അത് ഇത്, അതിനൊക്കെ പങ്കെടുത്ത ഈ ഗുജറാത്തികളുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ചേ. H1B എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ക്ലാസ്സാണ് അവിടെ പോയിരിക്കുന്നത്.
എന്തോ അവരോടൊക്കെ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ കാർഡിന് H1B-കാരോടും നിങ്ങൾ ഇന്ത്യയിൽ പോയി റിന്യൂ ചെയ്യുക, അവിടെ കിട്ടത്തില്ല, ഇന്ത്യയിൽ പോയി റിന്യൂ ചെയ്യുക. റിന്യൂവൽ അവർ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന 2027 ഡേറ്റ് കൊടുത്തേക്കുന്നത്. അതായത് കോൺസുലേറ്റിൽ വന്ന ഇൻ്റർവ്യൂവിന് കൊടുത്തേക്കുന്നത് 2027. അപ്പോൾ അത്രയും നാളും ഇവരെന്ത് ചെയ്യും? ഈ 2027 ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴും അത് ഗ്രാജുവലി ആയിട്ട് അതില്ലാതായിട്ട് അങ്ങ് പോകും. ആ സമയത്ത് അവിടെ വേക്കൻസി വേണ്ടായോ? അതായത് മനസ്സിലാക്കുക, ഏകദേശം 6-7 ലക്ഷം ഇന്ത്യക്കാരെ, അതായത് ഡിപ്പെൻഡൻറ്റ് വിസയിൽ അവിടെ പോയേക്കുന്നവർ H1B വിസയിലും ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ഇത്രയും വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. അവരോടും പറഞ്ഞ് ഇന്ത്യയിൽ പോയി റിന്യൂ ചെയ്തോളാം, അമേരിക്കയിൽ റിന്യൂവൽ നടക്കത്തില്ല. അപ്പം എന്തോ ഉദ്ദേശം എന്തുവാ? ട്രംപ് 1% മോദി പറയുന്നത് കേൾക്കുന്നില്ല. മോദിയെ കംപ്ലീറ്റ് ആയിട്ട് ട്രംപ് ഇഗ്നോർ ചെയ്തു. കഴിഞ്ഞിട്ടെങ്കിൽ പ്രാവശ്യം മോദി അമേരിക്കയിൽ പോയപ്പോൾ DC വെർജീനിയ, അവിടെ ഇന്ത്യക്കാരോട് അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, H1B വിസക്കാരും അതേപോലെ ഗ്രീൻ കാർഡുകാരും ഇനി ഇന്ത്യയിൽ വരണ്ട, ഇത് റിന്യൂ ചെയ്യാൻ. കാരണം അവർക്ക് വലിയൊരു റിലീഫായിരുന്നു ആ സംഭവം. അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. അമേരിക്കൻ കോൺഗ്രസ്സുകാർ അവിടുത്തെ പാർലമെന്റിൽ ബില്ല് പാസ്സാക്കാൻ പോവാ, കംപ്ലീറ്റ് സ്ക്രാപ്പ് ചെയ്യാൻ H1B വിസ. ഇനി നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഈ പറയുന്ന റിയാലിറ്റി ആലോചിക്കുക. ഇതാണ് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മോശമായി കഴിഞ്ഞാൽ, ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് മോശമായി, ഇന്ത്യയോട് വാറൊന്നും ചെയ്യണ്ട, ഇതങ്ങ് ആദ്യത്തെ പരിപാടി ഇതങ്ങ് ചെയ്താൽ മതി. ഇവരൊക്കെ ഇവിടെ വന്ന് എന്ത് കുന്തം ചെയ്യും? ഇവിടെ എന്ത് ജോലിയാണ് ഉള്ളത് ഇത്രയും പേരെ കൊടുക്കാൻ? ഇവിടുത്തെ IT ഇൻഡസ്ട്രി വല്ലാത്ത മോശമായിട്ട് പോവുകയാണ്. ഇവർ പിന്നെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അവരവിടെ വീട് വാങ്ങിയിട്ടുണ്ട്, അതിന് ലോണുണ്ട്. അതേപോലെ തന്നെ അവർ നാട്ടിൽ അവരുടെ സിറ്റികളിൽ വീട് വാങ്ങിയിട്ടുണ്ട്, കുട്ടികൾ അവിടെ പഠിക്കുന്നവരുണ്ട്. ആലോചിക്കണം, സീരിയസ് ആലോചിക്കണം, എന്താണ് ഇതിന് പോംവഴിയുള്ളത്? അതായത് എത്രമാത്രം ഈ പറയുന്ന പല ആൾക്കാരോട് സംസാരിക്കുക, അവരൊക്കെ പറയുന്നു ഇതിനൊരു ഓപ്ഷൻ പോലും ഇല്ല. അതായത് അമേരിക്കയുടെ ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യ എത്രമാത്രം ചെറുതാക്കാൻ സാധിക്കും, ഇന്ത്യ എത്രമാത്രം നശിപ്പിക്കാൻ സാധിക്കും? ഇന്ത്യയുടെ കയ്യിലും മോദിയുടെ കയ്യിലും ഓപ്ഷൻ ഇല്ല. അത്രയേ ഉള്ളൂ. അത് എങ്ങനെയെങ്കിലും കാലെ പിടിച്ച് കരഞ്ഞ് കാര്യങ്ങൾ നടത്തുക എന്നല്ലാതെ ഒരു ഓപ്ഷനും മോദിക്കില്ല. ഇതാണ് അമേരിക്കൻ ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഗ്രാജുവലായിട്ട് അങ്ങ് കൊല്ലുക. മോദിയുമായിട്ടുള്ള ട്രംപിൻ്റെ ഉടക്കെന്ന് പറയുന്ന എല്ലാ ഇന്ത്യക്കാരനെയും ബാധിച്ചു. ഇന്ത്യയുടെ ബിസിനസ്, ഇന്ത്യയുടെ എക്കോണമി ബാധിച്ചു. ഇന്ത്യക്കാരെ പുറത്തു പോയി ജോലി ചെയ്യുന്നു, അമേരിക്കയിൽ പോയി ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, ഇതേപോലെ മോട്ടൽസ് നടത്തുന്നു, അവരെ ബാധിക്കുന്നു. അപ്പോൾ ഇതിന് എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് ഈ സംഭവമൊക്കെ ഉണ്ടാക്കിയത്? BJPയും അതേപോലെ തന്നെ മോദി അഡ്മിനിസ്ട്രേഷനിലുള്ള പല മന്ത്രിമാർ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റഷ്യയിൽ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾ നോക്ക്, റഷ്യയിൽ അതിനുശേഷം എത്ര ഇന്ത്യക്കാർ റഷ്യയിൽ ജോലിക്ക് പോയി. അതേപോലെ തന്നെ ജർമ്മനി ഓപ്പൺ ചെയ്യുന്നു. നോൺസെൻസ് ഇതേപോലെയുള്ള യൂട്യൂബുകൾ, സാറ്റലൈറ്റ് ചാനൽ അടിച്ചങ്ങ് വിടുകയാണ്. ജർമ്മനിയിലൊക്കെ പോയി ഇവിടെ ജോലി കിട്ടി, അവിടെ ആ രീതിയിൽ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഇന്ത്യക്കാരനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അത്ര എക്സ്പെൻസീവാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. എന്തുകൊണ്ടാണ് അമേരിക്ക സക്സസ്ഫുൾ ആവുന്നത്? എന്തുകൊണ്ടാണ് അമേരിക്കൻ ഡ്രീം സക്സസ്ഫുൾ ആകുന്നത്? അപ്പോൾ 2-3 ജോലി കിട്ടിയ ഒരു നല്ല സാലറി കിട്ടും, അതിനനുസരിച്ചുള്ള വീട് വാടകയ്ക്ക് എടുക്കാം, കാരണം അവരുടെ കുട്ടികളെ പഠിപ്പിക്കാം, മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യാം. ഇതൊന്നും ഈ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം, കാരണം അവിടെ ജോലിയില്ല. ഇതാണ് യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. തകർന്നിരിക്കുന്ന റഷ്യക്ക് എന്തോ ഇന്ത്യയെ ചെയ്യാൻ പറ്റും? ഇതൊക്കെയാണ് അടിച്ചു വിടുന്ന ഓരോ നരേറ്റീവ്സും കഥകളും കള്ളങ്ങളും. ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യയുടെ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ഡാം ഫെയിലിയറാണ്, കംപ്ലീറ്റ് ഫെയിലിയറാണ് ഈ സംഭവം. അതുകൊണ്ടാണ് ട്രംപ് മൈൻഡ് ചെയ്യാത്തത്. ഇന്ത്യയെക്കാളും പ്രാധാന്യം ട്രംപ് ഇപ്പോൾ കൊടുക്കുന്ന പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ വേണമെങ്കിൽ ലോഹ്യം പറഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവർക്ക് താല്പര്യമൊന്നുമില്ല ഇന്ത്യ പാകിസ്ഥാന് യോജിച്ച് പോകണമെന്ന്. കാരണം അവർക്കറിയാം പാകിസ്ഥാനെ എപ്പോഴും വെച്ച് ട്രിഗർ ചെയ്യാൻ പറ്റും ഇന്ത്യയെ. കാരണം എടുത്ത് ചാടിയതാണ് നമ്മൾ ഈ സംഭവം ഫാൽഗാം. അതിനുശേഷം അതിൻ്റെ അടിയാണ് ഓരോന്ന് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഇന്ത്യക്കാരൻ്റെ കുടുംബത്തെ ഇത്ര ഹീനമായിട്ട്
ബാധിക്കാൻ തുടങ്ങി. ഇനി ഇന്ത്യൻ ഡിപ്പെൻഡൻറ്റ്, അതായത് പല അമേരിക്ക ജോലി ചെയ്യുന്ന പല ഇന്ത്യക്കാരുണ്ട്, അവരുടെ ബന്ധുക്കളും മാതാപിതാക്കൾ അവരുടെയൊക്കെ വിസ ഡിനേ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞത്, അതായത് വിസ കാര്യം മാർക്ക് റൂബിയോ അപ്പോഴേ റിജക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സംഭവമില്ലെന്ന്. ഉള്ള സംഭവം എത്ര പേരെ ബാധിച്ചു. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് ജോയിൻറ്റ് സെക്രട്ടറി ജയ്സ്വ ഇതിനെപ്പറ്റി എത്രയോ പ്രാവശ്യം പറഞ്ഞു. പക്ഷെ അവരിത് മൈൻഡ് ചെയ്യുന്നേയില്ല. കാരണം അവർക്ക് ഇന്ത്യയെ വല്ലാത്ത രീതിയിൽ ചവിട്ടിക്കൂട്ടണം. കാരണം അവർ പറഞ്ഞത് കേട്ടില്ല. അവരുടെ ലൈനിലോട്ട് അലയൻസ് പാർട്ട്ണറായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ മുന്നോട്ട് ഇന്ത്യയെ കൊണ്ടുപോകാൻ അവർ തയ്യാറായിരുന്നു. പക്ഷെ മോദി അഡ്മിനിസ്ട്രേഷന് വന്ന ഏറ്റവും വലിയ പാളിച്ച അത് അവർക്കത് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റഡ് പാർട്ട്ണർ അല്ല എന്ന രീതിയിൽ അവരെത്തിച്ചേർന്നു. അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ് H1Bയുടെ വിസയും ഗ്രീൻ കാർഡുമായി ബന്ധപ്പെട്ട പുതിയ ലെജിസ്ലേഷൻ പാസ്സാക്കിയിട്ട് ഒരുപാട് ഇന്ത്യക്കാരെ മുഴുവൻ നാട് കടത്തും. ഇനി സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യം നോക്കുക, അത് എത്ര ഇഷ്ടം പോലെ കുറച്ചു. അതായത് അവിടുത്തെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യുക. ആ സംഭവം അങ്ങനെ ജോലി കിട്ടാതെ അലയുന്ന, ജോലിയില്ലാത്ത, ജോലി ചെയ്യുന്ന ഏകദേശം 1.5-2 ലക്ഷത്തോളം വിദ്യാർത്ഥികളുണ്ട്. ഏറ്റവും കൂടുതൽ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെയാണ് പോയിരിക്കുന്നത്. അവരോടും പറഞ്ഞിട്ടുണ്ട് തിരിച്ചു പോയിക്കോളാൻ, ഇവിടെ ജോലിയും കിണാപ്പും കോപ്പും ഒന്നുമില്ല. അപ്പം ഇതെല്ലാവരും കൂടി ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി ഇപ്പം എന്ത് ചെയ്യാൻ സാധിക്കും? ഇതാണ് തിങ്ക് ചെയ്യേണ്ട പ്രോസസ്സ്. മോദി വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക. അതായത് ഇന്ത്യയുടെ ഡിപ്ലോമസി ടോട്ടൽ കൊളാപ്സ്. ഇത് മോദി തന്നെയാണ് ഇതിന് ഉത്തരവാദി. അതിൻ്റെ പേരിലാണ് ഓരോ ഇന്ത്യക്കാരനും BJP ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് ഇന്ത്യയിലെ അർബൻ സിറ്റികളാണ്. അവർക്ക് കിട്ടിയ ഏറ്റവും നല്ല സമ്മാനമാണ് മോദി കൊടുത്തത്. അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. ഗുജറാത്തികൾക്കും കിട്ടി, മോദിയെ പൊക്കിയടന്ന ഗുജറാത്തികൾക്കും കിട്ടി. അവൻ്റെ ബിസിനസ്സും അമേരിക്ക തകരാൻ പോവുകയാണ്, ഹോട്ടൽസും മോട്ടൽസും എല്ലാം. ഇതോടുകൂടി ഇന്ത്യൻ ജനത, അതായത് മോദിയെയും BJPയും പൊക്കിപ്പിടിച്ച് നടന്നവർക്ക് നല്ല 8ൻ്റെ പണിയാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. അത് ട്രംപിന് സാറ്റിസ്ഫൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ സംഭവിച്ചത്. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ മതിയാകൂ. അത് മോദി എന്നല്ല, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഈ പറയുന്ന അൺഎഡ്യൂക്കേറ്റഡായ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തന്നെയാണ്.